ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം, നമ്മളെ സെറ്റ് പരീക്ഷ ഇങ്ങ് അടുത്ത് എത്തി അല്ലേ. ഇനി കേവലം വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മാസം തന്നെ നമ്മളെ മുന്നിലില്ല. അപ്പോ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പൊ ആ ചുരുക്കം ദിവസങ്ങളിൽ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക? കാരണം നമുക്കറിയാം, ഒരു അവസാന നിമിഷത്തിലെ പരിശീലനമാണ് നല്ല രീതിയിൽ നമ്മളെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലെ. നമ്മളൊരു ഓട്ട മത്സരം എടുക്കുകയാണ്, എന്താ ഒരു 2000 മീറ്റർ ഓട്ട മത്സരം ഒക്കെ അവിടെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു റൗണ്ട് ഏതാണ്ട് ഒരു 8 റൗണ്ട് അവിടെ റൗണ്ടായിട്ട് ഓടണമെങ്കിൽ അവിടെ ആദ്യത്തെ റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട് ഒക്കെ സമർത്ഥനായ ഒരു ഓട്ടക്കാരൻ എന്തേ ചെയ്യുള്ളൂ? പതുക്കെ ഓടുള്ളൂ അല്ലെ. അയാളുടെ മൊത്തം ശക്തി എടുത്ത് ഓടെപ്പോഴായിരിക്കും? അവസാന 2 റൗണ്ടിലായിരിക്കും അല്ലെ. അതായത് 8 റൗണ്ട് വേണമെങ്കിൽ 7ാമത്തെ റൗണ്ടും 8ാമത്തെ റൗണ്ടും ആയിരിക്കും അദ്ദേഹത്തിന് മൊത്തമായുള്ള ആ ശക്തി ഉപയോഗിച്ച് ഓടുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ അവസാന ഘട്ടത്തിലുള്ള പരിശീലനം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണെന്ന് പറയാൻ കാരണം എന്താ? കൃത്യമായിട്ട് ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു അവസാനഘട്ട പരിശീലനം നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളെ CC-യില് നമ്മളെ ഈ ഒരു പരിശീലനം ആരംഭിക്കുകയാണ്. നമ്മള് 15 ദിവസത്തെ ഒരു ബൂസ്റ്റർ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതായത് 15 ദിവസം 45 മണിക്കൂറുകളാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്. 45 മണിക്കൂറുകൾ ലൈവ് ക്ലാസ്. അത് മാത്രമല്ല 15ഓളം മോഡൽ എക്സാമുകൾ, ഡെയിലി വർക്കൗട്ട്, PYQ സെഷൻ, ഡെയിലി റിവിഷൻ ആൻഡ് എക്സാം, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ സെറ്റിന്റെ അവസാന ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിലുള്ള ബൂസ്റ്റർ ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പർ ആയ 97 46 45 55 14 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക്. നമ്മൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് നമ്മളെ ഫൈനൽ അക്കൗണ്ട് ആണ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ്? അപ്പോൾ ഒരുപാട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് 1-2 എന്നിങ്ങനെ വീഡിയോ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ അതിനൊരു പാർട്ട് 1 എന്ന രീതിയിൽ ഫൈനൽ അക്കൗണ്ട് എന്താണ്, അവയുടെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, എന്തൊക്കെയാണ്, ചുരുക്കം ചില അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റി നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലുണ്ടാവുന്ന എന്താണ്? ഒരു പ്രോഫിറ്റ് കൺസേൺഡ് എന്താണ് ഫൈനൽ അക്കൗണ്ട്. അത് ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? അതിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? പ്രധാനമായിട്ടും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും അടങ്ങിയതാണ് നമ്മളൊരു ഫൈനൽ അക്കൗണ്ട് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ഇത് മൂന്നും അടങ്ങിയിരിക്കുന്ന ഫൈനൽ അക്കൗണ്ടില് കൃത്യമായി നമ്മൾ പറഞ്ഞാല് കാൽക്കുലേഷൻസ്, അതായത് കുറയ്ക്കേണ്ടവ കുറച്ച്, കൂട്ടേണ്ടവ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോ അവയിൽ കുറയ്ക്കേണ്ടവ എത്രയാണ് കുറയ്ക്കേണ്ടത്, കൂട്ടേണ്ടവ എത്രയാണ് കൂട്ടേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ്മെന്റുകളിൽ നമ്മൾ ചെയ്യാം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 1, 2, 3 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണി പറയാൻ വേണ്ടി പറ്റും. അപ്പോ ഫൈനൽ അക്കൗണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിലുണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ പ്രധാനപ്പെട്ട കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ. ഒന്നാമത്തതാണ് മക്കളെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം. എന്താ ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് എന്ന് വെച്ചാൽ അവസാനം, അതായത് അവസാന ഘട്ടത്തിലേക്കുള്ളതാണ്. സ്റ്റോക്ക് എന്ന് വെച്ചാൽ അതായത് വിൽപ്പന നടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിൽപ്പന നടക്കാതിരുന്ന സ്റ്റോക്കുകൾ അല്ലെ. അപ്പോൾ അവസാനം, അതായത് ഒരു വർഷത്തിന്റെ അവസാന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന സ്റ്റോക്കുകളെയാണ് പ്രധാനമായിട്ട് എന്ത് പറയാ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുക അല്ലെ. അപ്പോ നോക്കിയേ, ജനറലി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യില്ല? നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണഗതിയിൽ നൽകാറില്ല. ദെൻ ഇറ്റ് വിൽ ബി ഗിവൺ അണ്ടർ അഡ്ജസ്റ്റ്മെന്റ്. ഇവ എവിടെയാണ് നമ്മൾ കൊടുക്കുക? അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ കൊടുക്കുക അല്ലെ. എവിടെയാണ്? അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുക. ദെൻ അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രി എന്തായിരിക്കാം? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നോക്കിയേ, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് എന്ത് വരിക? അതിന്റെ അഡ്ജസ്റ്റിംഗിന്റെ എൻട്രി വരിക. ഓക്കെ. അപ്പോ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ. ദെൻ നോക്കാം. ജനറലി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ബിക്കോസ് ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആഫ്റ്റർ ദി അക്കൗണ്ട് ഹാവ് ബീൻ ക്ലോസ്ഡ് അല്ലെ. അതായത് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അവസാനമാണ് പ്രിപ്പയർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ അവിടെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല? അവ പ്രിപ്പയർ ചെയ്യാറില്ല, അവ ഉണ്ടാവാറില്ല. ദെൻ ഇൻ അതർ വേർഡ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് എ ലെഡ്ജർ ബാലൻസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിനെന്താണ്? ഒരു ലെഡ്ജർ ബാലൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെ. ഇതൊക്കെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന് വേണ്ടി പറയാനുള്ളത്. ഓക്കെ. ദെൻ നമുക്കിനി ഇതിന്റെ അക്കൗണ്ട് ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. നോക്കിയേ, എന്താണ് നമ്മളെ ഫൈനൽ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ട്രീറ്റ്മെന്റുകൾ? ഫൈനൽ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ട്രീറ്റ്മെന്റുകൾ എന്താണ്? ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുക? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു
ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ മൂന്നെണ്ണാന്ന് പറഞ്ഞു. അപ്പോ ആദ്യം ശ്രദ്ധിച്ചേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എവിടെയാണ് നമ്മൾ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കുക? അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ അപ്പിയർ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ എവിടെയാ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ സംടൈംസ് ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയർ ഇൻ ദി ട്രയൽ ബാലൻസ്. ചില സമയത്ത് ട്രയൽ ബാലൻസ് ഉണ്ടായേക്കാം. അപ്പൊ രണ്ട് തരത്തിൽ നമ്മൾ കാണിക്കുന്നു പറഞ്ഞ ഇവിടെ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുക? അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. അപ്പോ ശ്രദ്ധിച്ചോ, രണ്ട് സ്ഥലത്തും എങ്ങനെയാണ് കാണിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ദെൻ this means closing stock has already been adjusted in the purchase, deducted from purchase, it arriving at a cost of goods sold. In such a case the closing stock should be shown only on the balance sheet. ചില സമയത്ത്, അതായത് പർച്ചേസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അവിടെ ഇക്വേഷനിൽ അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സമയമാണെങ്കിൽ ചില സമയത്ത് എന്തേ ചെയ്യുള്ളൂ? നമ്മൾ അവിടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? കാണിക്കാറുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താന്നുള്ള കാര്യം മനസ്സിലായി. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? രണ്ട് രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് എവിടെയൊക്കെയാ നോക്കിയേ? ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഏത് ഭാഗത്താ? ക്രെഡിറ്റ് സൈഡില്. ബാലൻസ് ഷീറ്റിന്റെ ഏത് ഭാഗത്താണ്? അസറ്റ് സൈഡിലാണ് ഇവ കാണിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തത് എന്ത് പറയുന്നത്? ക്ലോസിംഗ്. നെക്സ്റ്റ് തിങ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നമ്മള് കൂടുതൽ കേട്ട ഒരു വാക്കാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എന്തായിരിക്കാം? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് റിമെയിൻ അൺപെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാന ഘട്ടത്തിലും അൺപെയ്ഡ് ചെയ്യാത്ത, അതായത് പേ ചെയ്യാൻ ബാക്കി നിൽക്കുന്ന ഒരു എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നമുക്ക് പ്രധാനമായിട്ടും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ നമുക്ക് സാലറിന് ചിലപ്പോൾ കൂട്ടാൻ വേണ്ടി പറ്റും അല്ലെ? അതായത് ഒരു സാലറി 20,000 രൂപയാണെങ്കിൽ അതിൽ 18,000 രൂപ അവിടെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ 2,000 മിച്ചം വരുന്ന എന്താ നമ്മൾ കണക്കാക്കുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും അല്ലെ? ആ 2,000 രൂപയെ നമ്മൾ ഈ സാലറി എന്തായാലും കൊടുക്കേണ്ടതാണ്. അപ്പൊ കൊടുക്കാൻ ബാക്കിയുള്ള ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്താ പറയാ? അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാ. ദെൻ ഇറ്റ് ഓർഡർ ടു അറൈവ് ദി ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് എക്സ്പെൻസ്. കറക്റ്റ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങിലോ അല്ലെ അക്രൂഡ് എക്സ്പെൻസ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാറുണ്ട്. എന്താ ജേണൽ എൻട്രി വരുന്നത്? എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ലെ? എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് എന്ത് വരുന്നത്? അതിന്റെ ജേണൽ എൻട്രി വരുന്നത്. ദെൻ നോക്കിയേ, എങ്ങനെയായിരിക്കും ഫൈനൽ അക്കൗണ്ടിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുക? നോക്കൂ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഷുഡ് ബി ആഡഡ് ടു ദി കൺസേൺഡ് എക്സ്പെൻസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺ ആയുള്ള എക്സ്പെൻസിന്റെ കൂടെ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ? സാലറിന്റെ കൂടെ എത്രയാണ് സാലറി എമൗണ്ട്? ഔട്ട്സ്റ്റാൻഡിങ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ആ എമൗണ്ട് കണക്കാക്കുക. അപ്പോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? അതാത് കൺസേൺ ആയുള്ള എക്സ്പെൻസിന്റെ കൂടെ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റിലോ it should be also shown in the balance sheet as liability. കാരണം നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു കറണ്ട് ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക അല്ലെ? ഈ സൈഡിലാണ് കാണിക്കുക, ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ പറഞ്ഞു? എവിടെയാണ് P&L അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അല്ലെ? ഇങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ. അതായത് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യും? അതാത് എക്സ്പെൻസിന്റെ കൺസേൺഡ് ആയുള്ള എക്സ്പെൻസിന്റെ കൂടെ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ട് എവിടെ എഴുതും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതും. കൂടാതെ ബാലൻസ് ഷീറ്റിൽ എവിടെ നമ്മൾ എഴുതും? ലാബിലിറ്റി സൈഡിൽ. ദാറ്റ്സ് എ കറണ്ട് ലാബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതും. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം നമ്മൾ നോക്കി. മൂന്നാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആർ പേയ്മെന്റ് മെയ്ഡ് ഇൻ ദി കറന്റ് ഇയർ ബട്ട് റിലേറ്റഡ് ടു നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. ഇൻ ഷോർട്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെ? അതായത് ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേയ്മെന്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ്, ആ എക്സ്പെൻസിന്റെ മൊത്തം എമൗണ്ടും ഈ വർഷത്തിലേക്ക് മാത്രമുള്ളതല്ല, കുറച്ച് അടുത്ത വർഷത്തേക്കും ഉള്ളതാണ്.
അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയാം. ഇൻ ഷോർട്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് പേയ്മെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. അല്ലെ, നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഇപ്പോ റെന്റിന്റെ എമൗണ്ട്, റെന്റ് എന്നുള്ള എമൗണ്ട് നോക്കൂ. അപ്പൊ അത് 12,000 രൂപ റെന്റിന്റെ എമൗണ്ട് ആണ്. അതില് 2,000 അടുത്ത വർഷത്തിലേക്കുള്ളതാണെങ്കിൽ അവിടെ എത്രയാണ്, ആ 10,000 രൂപ മാത്രമേ അവിടെ വരുള്ളൂ. അപ്പൊ ഈ 2,000 എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. അല്ലെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും നമ്മൾ കണക്കാക്കുക. എങ്ങനെയായിരിക്കും അതിന്റെ ജേർണൽ എൻട്രി വരിക? പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് ആണ് എന്ത് വരിക, അതിന്റെ ജേർണൽ എൻട്രി വരിക. നോക്കി അവിടെ രേഖപ്പെടുത്തുന്നത് ഫൈനൽ അക്കൗണ്ടിൽ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്. ഒന്നാമത്തത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീപെയ്ഡ് എന്താ ചെയ്യുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് അവിടെ ചെയ്യുന്നത് അതാത് കൺസേൺഡ് ആയുള്ള എക്സ്പെൻസിൽ നിന്നും, അതായത് ഡെബിറ്റ് സൈഡിലുള്ള അതാത് കൺസേൺ ആയുള്ള എക്സ്പെൻസിൽ നിന്നും അവിടെ എന്ത് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് കാണിക്കുക. എന്താണ്, ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, അവ കാണിക്കുക. അല്ലെ, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഷുഡ് ബി ഓൾസോ ഷോൺ ഓൺ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ട്, അതായത് ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക, അസറ്റ് സൈഡിലാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കുക. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഈ വർഷത്തേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ളത് കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, അവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. അവിടെ നോക്കിയേ, നമ്മളെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡില് അതാത് കൺസേൺ ആയിട്ടുള്ള എക്സ്പെൻസിൽ നിന്നും ഡിഡക്ട് ചെയ്തുകൊണ്ട് കാണിക്കും. അവിടെ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അക്രൂഡ് ഇൻകം. ഓക്കെ, this is the income earned but not received by the end of the accounting year. Such income arise in case of interest on investment, rent on building, commission, etc. Okay, this is the income earned but not received by the end of the accounting year. ആ ഇൻകം അവിടെ ഏൺ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല, ഈ അക്കൗണ്ടിങ് ഇയറിൽ അവർ റിസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്രൂഡ് ഇൻകം. ഓൾറെഡി അവിടെ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഏൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളുടേതായിട്ട് നമുക്ക് ഇൻകേർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള ഇൻകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് അക്രൂഡ് ഇൻകം. എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റെന്റ് ഓൺ ബിൽഡിംഗ്, കമ്മീഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെ, ചില ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബാങ്കിന് ഇൻട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ എന്താ അവിടെ ഏൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, ദെൻ എന്തായിരിക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരിക, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം അക്കൗണ്ട്. എന്താണ്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം അക്കൗണ്ട് ആണ് അവിടെ എന്ത് വരിക, ട്രീറ്റ്മെന്റ് വരിക. ഇനി എവിടെയൊക്കെ കാണിക്കാൻ നോക്കിയും, ഫൈനൽ അക്കൗണ്ടില് അവിടെ പി ആൻഡ് എൽ അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഷുഡ് ബി ആഡഡ് ടു ദി കൺസേൺഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ. നമ്മൾ ഇത്രയും കാലം ഡെബിറ്റ് സൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്താ മാറ്റം, പി ആൻഡ് എല്ലിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് രേഖപ്പെടുത്തുക, ഇവ രേഖപ്പെടുത്തുക. അതെങ്ങനെ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകത്തിന്റെ മുകളിൽ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുന്നത്. പിന്നെ നമ്മളെ ബാലൻസ് ഷീറ്റിലോ ഇറ്റ് ഈസ് ഓൾസോ ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് എവിടെയാണ് രേഖപ്പെടുത്തുക, അസറ്റ് സൈഡിലും കൂടിയാണ് രേഖപ്പെടുത്തുക. ഓക്കെ, അക്രൂഡ് ഇൻകം. ഓക്കെ, ശരി. അടുത്തത് എന്താ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ് ചെയ്തു അഡ്വാൻസ് ആയിട്ട്. ഇൻകം ആണ് റിസീവ് ചെയ്യുന്നത്, എക്സ്പെൻസ് അല്ല. ഇൻകം ആണ് റിസീവ് ചെയ്യുന്നത്, എന്തല്ല, എക്സ്പെൻസ് അല്ല. ദെൻ sometimes the all amount of income received in an accounting year does not belong to the current year. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത വർഷത്തിലും കൂടി നമ്മൾ കണക്കാക്കി. അതേപോലെ തന്നെ ഇൻകവും ഉണ്ടായേക്കാം. അതായത് നമ്മളെ ഇപ്പൊ റെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ റെന്റ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വാങ്ങുന്നതുകൊണ്ട്, അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന വരുമാനം, ഇൻകം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ ഒരു വർഷത്തിലേക്ക് മുന്നേ അടുത്ത വർഷത്തിലേക്കോ അല്ലെ അടുത്ത മാസത്തിലേക്കും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഇൻകം റിസീവ്ഡ്. അത് നമ്മളെ ഉടമസ്ഥതയിലുള്ളതാണ്. നമ്മളാണ് എന്തിനു കൊടുക്കുന്നത്, റെന്റിന് കൊടുക്കുന്നത്, അല്ലെ. മറ്റൊരാളെ താമസിക്കും, നമുക്ക് ഇൻകം തരുന്നു. മറ്റത് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് റെന്റ് കൊടുക്കുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റിലും എന്തുണ്ടാവും, വ്യത്യാസമുണ്ടാവും. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻകം, നമുക്ക് കിട്ടിയ ഇൻകം ചിലപ്പം ഈ ഇയറിലേക്ക് മാത്രമുള്ളതായിരിക്കില്ല, ചിലപ്പം അടുത്ത ഇയറിലേക്കും കൂടെ എന്ത് ഉണ്ടാവും, വന്നിട്ടുണ്ടാവും, അല്ലെ. എ പാർട്ട് ഓഫ് ഇറ്റ് മേ ബി റിലേറ്റഡ് ടു നെക്സ്റ്റ് ഇയർ. ചിലപ്പോൾ എന്തായിരിക്കും, നെക്സ്റ്റ് ഇയറിലേക്ക് കൂടി ആയിരിക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, സച്ച് പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട്
ഏൺഡ് ഈസ് കോൾഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് ഇൻകം റിസീവ് ചെയ്തു, പക്ഷെ നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. കാരണം എന്താ, അടുത്ത വർഷം നമ്മൾ ഏൺ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി, എമൗണ്ട് കിട്ടി. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറയാ. എങ്ങനെയാ ട്രീറ്റ്മെന്റ് വരിക? ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് എന്നാണ് ട്രീറ്റ്മെന്റ് വരിക. ഓക്കെ, നോക്കിയേ അവിടെ ട്രീറ്റ്മെന്റ് ഫൈനൽ അക്കൗണ്ടിൽ ഒന്നാമത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി P&L. P&Lന്റെ ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. പിന്നെ ബാലൻസ് ഷീറ്റിലോ ഇറ്റ് ഷുഡ് ബി ഓൾസോ ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അവിടെ ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ് അവിടെ കാണിക്കുന്നത്? ലാബിലിറ്റി സൈഡിലാണ് എന്ത് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ അഡ്ജസ്റ്റ്മെന്റുകൾ ഇനിയുണ്ട്. ഡിപ്രീസിയേഷൻ വരാനുണ്ട്, പിന്നെ ലോസ് ഓൺ ഫയർ പോലത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ വരാനുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരിക്കൽ കൂടെ നമ്മളെ ബൂസ്റ്റർ ബാച്ചിന്റെ കാര്യം ഒന്നുകൂടി പറയട്ടെ. നമ്മളെ ബൂസ്റ്റർ ബാച്ച് ഏതാണ്ട് 15 ദിവസം നീണ്ടു നിൽക്കുന്ന 45 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളെ കൊണ്ട് മാത്രം സമൃദ്ധമായ നമ്മളെ ബൂസ്റ്റർ ബാച്ച് നമ്മള് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കൃത്യമായിട്ടുള്ള എക്സാമുകളും ലൈവ് ക്ലാസ്സുകളും ഓരോ സബ്ജക്ട് വൈസ് ഒന്നിലധികം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അവസാന വട്ടത്തിൽ അത് ജനറൽ പേപ്പർ ഉൾപ്പെടെ പറയാണ്. അപ്പൊ അവസാന ഘട്ടത്തിൽ ഒരു പരിശീലനം നടക്കുന്ന ഏതൊരാൾക്കും, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എവിടെ പഠിച്ച ആൾക്കാരായിക്കോട്ടെ, ഈ ലാസ്റ്റ് ടൈമിലുള്ള ഒരു ഫൈനൽ ലാപ്പ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് ഞങ്ങളെ സഹായിക്കും. അപ്പൊ ഈ ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ വരുന്ന ദിവസം നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകളും മറ്റു കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.